ഹായ് ഹലോ, എന്നും ചോറും കറിയൊക്കെ കഴിച്ച് മടുത്തോ? എന്നാൽ നമുക്ക് ഈ ഒരു റെസിപ്പി പരിചയപ്പെടാം. നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി, അതും പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും പറ്റിയ നല്ലൊരു ഐറ്റം ആണേ. ഞാനിതാ 2 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു അരമണിക്കൂർ നേരം കുതിർക്കാൻ വെക്കണം. ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, മല്ലിയില ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീൻസും കോളിഫ്ലവറും ഗ്രീൻ പീസും ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. മുട്ട നമുക്ക് ആവശ്യമുണ്ട്, ഞാനത് പറയാം കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളിതാ ഓരോ ക്യൂബായിട്ട് മുറിച്ചെടുക്കണം. കാരണം പ്രഷർ കുക്കറിൽ കിടന്നൊരു 3 വിസിലൊക്കെ കേട്ട് വേവമുള്ളതല്ലേ, അപ്പോൾ കുഴഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് ഒരു ഇച്ചിരി വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. സവോള പിന്നെ നീളത്തിൽ അരിഞ്ഞാൽ മതി. പച്ചമുളക് പിന്നെ അരിയേണ്ട ആവശ്യമില്ല, അങ്ങനെ മുഴുവനായിട്ട് ഇട്ടാൽ മതി. കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അതാ പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക, 2 ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വാടുമ്പോഴേക്ക് ഇനി ഇപ്പുറത്തെ അടുപ്പിലായിട്ട് അതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും, പിന്നെ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റണം. ഇതൊക്കെ ഒന്ന് വാടി വന്നാൽ നമുക്കിതിനുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിക്ക് ആവശ്യം നിങ്ങൾ ചേർത്താൽ മതി. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ക്യാരറ്റും കിഴങ്ങുമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിയും കൂടി ഇട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്ന വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം റൈസിന് വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് തിളയൊക്കെ വെന്ന് ഒന്ന് അതിൻ്റെ അരിയൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അടച്ച് വെച്ചാൽ മതിയാവും. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വിസിലൊക്കെ ഇടാം. ഒരു 2 മുതൽ 3 വിസിൽ മാത്രം മതിയാവും. അത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി മുട്ട എന്തിനാണെന്ന് വിചാരിച്ചില്ലേ, ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കണക്ക് പുഴുങ്ങി നമുക്ക് 2ആയിട്ട് മുറിച്ചെടുത്തിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ പുരട്ടി അങ്ങ് വറുത്തെടുക്കാം. മുട്ട എണ്ണയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരിക്കലും വെള്ള ഭാഗം എണ്ണയിൽ വെക്കരുത്, മറിച്ച് ഇടാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ഒരു വശമൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിച്ച് വേണം മറുവശം തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മുടെ മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സാലഡും കൂടി ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഹോ, അടിപൊളി റൈസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ്. ചേച്ചി ചെന്നൈയിലാണ്. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഓരോ റൈസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വേറെയും കുറേ റൈസുകളൊക്കെ ചേച്ചി ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് തന്നെയാണ്. അങ്ങനെ ഞങ്ങളിത് എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് കേട്ടോ. അപ്പം ഇഷ്ടമായി ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണേ. താങ്ക്